അത്ഭുതപ്പെടുകയാണ്. ഒരാളുടെ വീട്ടിൽ കയറി മോഷണം നടത്തി അയാളെ പ്രയാസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വന്നത് അദ്ദേഹത്തിന്റെ ആ വീട്ടുടമസ്ഥന്റെ മുന്നിൽപ്പെട്ടപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാണ് അഹ്മദ് ബിൻ ഖിളറവൈഹി റളിയല്ലാഹു അൻഹു. സൂഫിയാക്കളിൽ പ്രമുഖനാണ്, വലിയ പണ്ഡിതനാണ്. ഒരിക്കൽ മഹാനുഭാവന്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി. വിലപിടിപ്പുള്ള വസ്തുക്കൾ തെരഞ്ഞു നടക്കുന്നതിനിടയിലാണ് അഹ്മദ് ബിൻ ഖിളറവൈഹി റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. തന്റെ വീട്ടിൽ കയറിയ കള്ളനെ നേരിട്ട് കാണുകയും കള്ളന്റെ മുഖത്ത് കാണുന്ന നിരാശയും പേടിയും മുഖത്തു നോക്കി വായിച്ചെടുക്കുകയാണ് മഹാനുഭാവൻ. തൻ്റെ വീട്ടിൽ വന്ന അതിഥിയെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുമായിട്ടാണ് മഹാനുഭാവൻ കടന്നു വരുന്നത്. ചോദിച്ചു, എന്താണ് മോനെ നിനക്ക് ആവശ്യം? അയാൾ പേടിച്ച് വിറച്ചു പറഞ്ഞു, ഞാനിങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് മാപ്പ് തരണം. ഉടനെ മഹാനുഭാവൻ പറഞ്ഞു, വേണ്ട, വിഷമിക്കേണ്ടതില്ല, നീ വുളു എടുത്തു വരൂ, നിസ്കാരം പൂർത്തീകരിക്കൂ, ശേഷം ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. പകൽ സമയത്ത് വളരെ സന്തോഷത്തോടെ നിനക്ക് മടങ്ങാം. അതിനിടയിൽ എൻ്റെ കൈവശം ആരെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്ന് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിനക്കത് ഞാൻ നൽകും, അതുമായി നിനക്ക് സന്തോഷത്തോടെ മടങ്ങാം. ഇങ്ങനെയാണ് അഹ്മദ് ബിൻ ഖിളറവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഈ കള്ളൻ അത്ഭുതപ്പെടുകയാണ്. ഒരാളുടെ വീട്ടിൽ കയറി മോഷണം നടത്തി അയാളെ പ്രയാസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വന്നത് അദ്ദേഹത്തിന്റെ ആ വീട്ടുടമസ്ഥന്റെ മുന്നിൽപ്പെട്ടപ്പോൾ മാന്യമായി എന്തൊരു നല്ല പെരുമാറ്റത്തോടെയാണ് തിരിച്ചു മറുപടി ലഭിച്ചത്. അത്ഭുതത്തോടെ ഈ കള്ളൻ വുളു എടുത്ത് നിസ്കരിക്കുകയും അവിടെ വീട്ടിൽ അന്ന് താമസിക്കുകയും ചെയ്തു. രാവിലെ മഹാനുഭാവനെ കാണാൻ വേണ്ടി ഒരാൾ വരികയും 100 ദിർഹം ഏൽപ്പിക്കുകയും ചെയ്തു. ആ ദിർഹം നേരെ ഇന്നലെ വന്ന ആ ചെറുപ്പക്കാരനായ യുവാവിന് നൽകി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞയച്ചു. പിന്നീട് ആ ചെറുപ്പക്കാരൻ വലിയ പണ്ഡിതനും അവിടുത്തെ ശിഷ്യനുമായി മാറിയ ചരിത്രം മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്.